നല്ല നമസ്കാരം. ഈ ആഴ്ചത്തെ പ്രധാന തരികിടകളുമായി ദിൻ തരികിടതവും തുടങ്ങുകയാണ്. പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിൽ നിന്നും സഖാവ് VS സുഖം പ്രാപിച്ചുവോ എന്ന് സഖാവ് പിണറായി വിജയൻ അറിയാതെ പോയത് അദ്ദേഹം ഒരു ഡോക്ടർ അല്ലാത്തതുകൊണ്ടാകാം. എന്നാൽ താൻ ആ മാനസികാവസ്ഥയിൽ അല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന VS വേണ്ട ഉപദേശം എല്ലാവർക്കുമായി നൽകിയതോടെ ഈ അസുഖം ഒരു പകർച്ചവ്യാധിയല്ലെന്ന ഉറപ്പിൽ താൽക്കാലിക വെടിനിർത്തലാണ്. മറ്റൊന്ന് മദ്യനയമാണ്. എല്ലാവരും കൂടി ന്യായം പറഞ്ഞ് ഇപ്പോൾ രണ്ടെണ്ണം അടിക്കാത്തവർക്ക് ഇവർ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആകെ കുഴഞ്ഞുമറിഞ്ഞ് വെളിവുകെട്ട നയങ്ങളുമായി എല്ലാവരും ഇങ്ങനെ ആടി മുന്നോട്ട് പോകുമ്പോൾ ദിൻ തരികിടതവും അതിൻ്റെ പ്രധാന തലക്കെട്ടുകളിലേക്ക് നീങ്ങുകയാണ്. പാർട്ടി വിരുദ്ധ മനോഭാവവും മാനസികാവസ്ഥയും ഒക്കെ മാറ്റിവെച്ച് VSും പിണറായിയും കൂട്ടുകാരായെന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ഇരുവരെയും തമ്മിലടിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർ മെനക്കെടേണ്ടെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എങ്ങനെ തല്ലുണ്ടാക്കണമെന്ന് തങ്ങൾക്കറിയാമെന്നും നേതാക്കൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയതോടെ വിമത സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ് കൂടി. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി പലരും വിമതവേഷം ഊരിവെച്ചു. മെയ് 2 വരെ വിലപേശൽ തുടരാൻ ഉറച്ച് UDF വിമതന്മാർ. അമ്മയെ കാണുന്ന എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന. മദ്യനയം വിശദീകരിച്ച് പൂസായി പോയ മുന്നണികൾ. മദ്യത്തിൽ വെള്ളം ചേർത്താൽ കേരളത്തിൽ വളർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ആദർശധീരനും പരിസ്ഥിതിവാദികളും. പ്രായം പറഞ്ഞ് കള്ളുകുടിക്കാൻ ഉപദേശം. CPMന്റെ സമുന്നത നേതാക്കളായ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും തമ്മിൽ തെറ്റിക്കാനായി മാധ്യമങ്ങൾ വർഷങ്ങളായി പരിശ്രമിക്കുകയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ അടുത്തുകൂടി പോയാൽ ഇവർക്കെതിരെയുള്ള വാർത്തകൾ വളച്ചൊടിക്കുന്ന ശബ്ദം കേൾക്കാം. പലരും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതാനും മാധ്യമങ്ങൾ ചേർന്ന് കരുത്തരായ ഈ രണ്ട് നേതാക്കളെയും തമ്മിൽ തെറ്റിക്കുന്നതായി തിരിച്ചറിഞ്ഞ പാർട്ടി നേതൃത്വം ഫേസ്ബുക്കിലൂടെ തിരിച്ചടിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ഫേസ്ബുക്ക് ഫ്രണ്ട്സായി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. പരസ്പരം ലൈക്ക് അടിച്ചു. പലതും ഷെയർ ചെയ്തു. ടൈം ലൈനിൽ സ്നേഹം വാരി വിതറി. എന്നാൽ ഈ ഫേസ്ബുക്കിന് ഒരു കുഴപ്പമുണ്ട്. പഴയ ചാറ്റും പോസ്റ്റുമൊക്കെ നമ്മെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. അങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് VS പിണറായി സൗഹൃദം ദിൻ തരികിടതവും ഒന്ന് അയവിറക്കുകയാണ്. ഇന്നലെ പ്രസ് ക്ലബ്ബ് ചോദിച്ചതിൻ്റെ ഭാഗമായി ആ പരിപാടി ഞാൻ സമ്മതിച്ചു. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. നല്ല പൊതുവിലുള്ള ചോദ്യങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നു. രാത്രി 12 മണി, നിശ്ചലമായ നിശ. ഉണ്ടായ പ്രശ്നം എന്താ? ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. സഖാവ് VS അച്യുതാനന്ദൻ തുടർന്നു വരുന്ന അച്ചടക്ക ലംഘനം അവസാനിപ്പിക്കുന്നില്ല എന്നാണ്. ലാവ്ലിൻ കേസ്, he is the 8 number പ്രതിയ. SNC ലാവ്ലിൻ കാര്യത്തിൽ പിണറായി വിജയന് നേരെയുള്ള ഈ ആരോപണങ്ങൾ കഴമ്പുള്ളതല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളതാണ്. ആ പാർട്ടി തന്നെ പുറത്താക്കി. ഞങ്ങള് പുറത്തുപോയതിനു ശേഷം ആ പാർട്ടിയിൽ തന്നെ ഗൗരവതരമായ ചർച്ച നടക്കുകയും പിന്നീട് സഹാബ് ഡാംഗയെ CPI തന്നെ പുറത്താക്കി. സഖാവ് പിണറായി വിജയനെ ഡാംഗയോട് ഓപിച്ചത് ശരിയായില്ലെന്ന് ചർച്ചകൾക്ക് ശേഷം സഖാവ് VS കേന്ദ്ര കമ്മിറ്റിയിൽ സ്വയം വിമർശനപരമായി പറഞ്ഞു. പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനത്തിനും തെറ്റായ പ്രസ്താവനകൾ നടത്തിയതിനും സഖാവ് VSനെ പരസ്യമായി ശാസിക്കുവാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു.
അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. പാർട്ടിയിൽ കുലംകുത്തികൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. CPIM-നെ തകർക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അവര് കുലംകുത്തികളാണ്. പാർട്ടിയിൽ കുലംകുത്തികൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതായത് കുലദ്രോഹികളാണ്. അത് വിജയന്റെ അഭിപ്രായം. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. ഞാൻ ആ അഭിപ്രായക്കാരനുമല്ല. വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇതുവരെ കണ്ടത് മാധ്യമങ്ങളെ ചൊല്ലി രണ്ട് നേതാക്കൾ തമ്മിൽ തല്ലിയതാണ്. അങ്ങനെ ആലപ്പുഴ സമ്മേളനത്തോടെ അവർ അടിച്ച് പിരിയുകയാണ്. കുട്ടികൾ രണ്ടും ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. നിമിഷസാഗരം ശാന്തമാകുമോ? ഏതൊരു വ്യക്തിയായാലും പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടു പോകണം. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. കനിവിന്റെ തീരങ്ങളിൽ നിമിഷസാഗരം ശാന്തമാകുമോ? അങ്ങനെ 500 കുടുംബം തകർന്നു. പൊട്ടത്തെ പടക്കം പൊട്ടത്തെ. ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിയില്ല, സത്യം. എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ 3-4 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നു. പിറവം, നെയ്യാറ്റിൻകര, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവികളും BJPയുടെ വളർച്ചയും കണ്ടതോടെ കഥ മാറുകയാണ്. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം, അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VS-നെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. VS ഇന്ന് അങ്ങേയറ്റത്ത് നിന്ന്, കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ഇങ്ങുന്ന് അങ്ങോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രചരണ രീതി. അപ്പോൾ എല്ലാ തലത്തിലും യോജിച്ച പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി ചുറ്റിയേരുവ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി
അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ശിവനും ശക്തിയും സേണ്ട മഹാസിടാ എതിർത്ത് നിന്ന യവനും ദൂസിടാ பாட்டு ஒண்ணு கட்டு கட்டு தோடா நீ காலு கைய தட்டு தட்டு ஜோரா അപ്പോൾ എല്ലാ തലത്തിലും യോജിച്ച പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാമെന്ന് മനപ്പായസം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. അതങ്ങ് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ആദ്യമേ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ എന്ന കാൻഡിഡേറ്റിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. தீர தீர சூரர்க்கெல்லாம் வேட்டு போகும் உன்னை கண்டால் உனை போலில்லை ஒருவன் மண்ணிலே. நாடு வீடு காடு எல்லாம் நான் கடந்து போனால் கூட தொடரும் முந்தன் நினைவோ நெஞ்சிலே. മലമ്പുഴക്ക് വി എസിനെ അറിയാം, വി എസിന് മലമ്പുഴയെ അറിയാം. உயிரென்று உன்னை நானே ஒரு நாளும் சொல்ல மாட்டேன். உயிரென்றால் என்றோ ஓர் நாள் பிரிவாயே. സഖാവ് പിണറായി വിജയൻ ശിവനും ശക്തിയും സേണ്ട മഹാസിടാ എതിർത്ത് നിന്ന യവനും ദൂസിടാ. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അൺഫ്രണ്ട് ചെയ്തും ബ്ലോക്ക് ചെയ്തും ഇവർ പരസ്പരം പിരിയാതിരുന്നാൽ മതിയായിരുന്നു. ഇനി എക്സൈസ് മന്ത്രി ബാബുവിന് വേണ്ടി ഒരു കൊച്ചുകുട്ടി പാടുന്ന ഗാനമാണ്. വേദിയിലിരുന്ന് ഈ ഗാനം ആസ്വദിക്കുന്ന ബാബേട്ടൻ ഒരു കാഴ്ചയായിരുന്നു. എന്റെ അച്ഛന്റെ കുശീലം മാറ്റിയ ബാബു മാമേന് ഓട്ട് ചെയ്യൂ. ബാറും ബിവറേജും കൂട്ടാനൊരുങ്ങിയ ബാബു മാമേന് ഓട്ട് ചെയ്യൂ. മദ്യമുത്തമായി കേരളം മാറുവാൻ UDF-ന് ഓട്ട് ചെയ്യൂ. കൈപ്പത്തി എന്ന പൊന്നിൻ ചിഹ്നത്തിൽ ബാബു മാമേനോട്ട്, ഞങ്ങളോട് ചക്കര മാമേനോട്ട്. പണിക്കേറിയ അച്ഛൻ വരുന്നതും കാത്തു ഞാൻ ഒരു മുത്തം കിട്ടുവാനും മറന്ന്. പാതിരയാകുമ്പോൾ പറ്റിറങ്ങാണ്ടച്ഛൻ മുട്ടിലിഴഞ്ഞെത്തും വീട്ടിലേക്ക്. ഈ ശീലങ്ങൾ മാറിപ്പോയി, ബാറുകള് പൂട്ടി. പിന്നെ കൃത്യമായി വീട്ടിലെത്തി അച്ഛൻ കവിളത്ത് മുത്തം തരും. അമ്മയൊത്ത് ഒരുമിച്ച് കൊണ്ടുറങ്ങും. കുടിയന്റെ മോളെ സ്കൂളിലെ കൂട്ടുകാർ ഇപ്പോഴും എന്നെ വിളിക്കാറില്ല. വഴുന്നിലെ ആളുകൾ കളിയാക്കിടാറില്ല. കലിം ഉയർത്തി നടക്കാമല്ലോ. അച്ഛനെത്തും വൈകുന്നേരം കൈനീറിയ സമ്മാനമായി. തമാശയും പൊട്ടിച്ചിരിയുമായി വീട്ടിൽ സന്തോഷമായി. എന്നെന്നും നന്ദി ബാബു മാമ. അത് കൊള്ളാൻ എനിക്കിഷ്ടായി.